എല്ലാവർക്കും പേടിയുള്ള ഒരു റൂട്ടാണ് മൂന്നാറിൽ നിന്നും ചിന്നാറിലേക്കുള്ള റൂട്ട്. ചിന്നാറിൽ അധികം ആർക്കും അറിയാത്ത ഒരു കിടിലൻ സ്പോട്ടുണ്ട്. ഒരുപാട് മനോഹര കാഴ്ചകൾ നിറഞ്ഞതാണ് ഈ യാത്ര. നമ്മളിപ്പോൾ പോകുന്നത് അധികം ആരും കാണാത്ത ഡാമിലേക്കാണ്. നമ്മുടെ കേരളത്തിലുള്ള അധികം ആർക്കും അറിയാത്തൊരു സ്ഥലം കൂടിയാണിത്. മൂന്നാറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാലാണ് ഈ ഡാമിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒരുപാട് ചെക്ക് പോസ്റ്റ് കടന്നാലാണ് ഇവിടെ എത്താൻ കഴിയുക. ഒരുപാട് മുതലകൾ നിറഞ്ഞ പാർക്കാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്. ഈ പാർക്കിൽ വന്നാൽ മുതലകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് മുതലകളെ കാണുവാനും പറ്റും. കുഞ്ഞു മുതലകൾ മുതൽ വലിയ മുതലകൾ വരെ ഇവിടെയുണ്ട്. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ നമുക്ക് പറഞ്ഞു നൽകും. കരയിൽ മുട്ടയിടുന്ന ജീവിയാണ് മുതല. ഈ പാർക്കിൽ 6 മീറ്ററിൽ കൂടുതൽ നീളമുള്ള മുതലകളാണ് കൂടുതൽ ഉള്ളത്. മുതലകൾക്ക് ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണിൽ നിന്നും ധാരാളം കണ്ണുനീരൊഴുകിയെത്തും. കൂടുതൽ സമയവും മുതലകൾ ഉറങ്ങാറാണ് പതിവ്. ഈ പാർക്കിലെത്തിയാൽ നമുക്ക് കയ്യെത്തും ദൂരത്ത് മുതലകളെ കാണാം. മുതലകൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പല്ലുകൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ 100-ലധികം പല്ലുകളുള്ള ജീവി കൂടിയാണ് മുതല. മുതലകളുടെ പല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു പോകാറുണ്ട്. ഒരു ശരാശരി മുതലയുടെ ജീവിത കാലയളവിൽ 6000-ഓളം പല്ലുകളാണ് പുതിയതായി വരാറുള്ളത്. വളരെ കട്ടി കൂടിയ സ്കിന്നാണ് മുതലകൾക്കുള്ളത്. എല്ലാ പ്രായത്തിലുള്ള മുതലകൾ ഇവിടെയുണ്ട്. മുതലകളെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുവാൻ പറ്റും. ഇവിടെ മുതലകൾ മാത്രമല്ല, ഒരുപാട് നടവഴികളും അതുപോലെ തന്നെ ഗാർഡനും വളരെ മനോഹരമാണ്. ഇവിടുത്തെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ 50 രൂപയ്ക്ക് നമുക്ക് വലിയൊരു കാഴ്ച തന്നെയാണ് ഈ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ഡാമിനോട് ചേർന്നുള്ള ഈ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാർക്ക് കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഈ പാർക്കിലേക്ക് എത്താൻ എളുപ്പ വഴി ചിന്നാറിൽ നിന്നും അമരാവതി ഡാമാണ്. ഡാമിനോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്കും സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്ക് പോലെ തന്നെ മനോഹരമാണ് അമരാവതി ഡാമും. അവിടുത്തെ വ്യൂ പോയിന്റ് വളരെ മനോഹരമാണ്. അമരാവതിയിലെ ഈ മുതല പാർക്കിൽ കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെയുണ്ട്. പാർക്കിലേക്കുള്ള യാത്രയിൽ അമരാവതി ഡാമിന്റെ താഴെ നിന്നുള്ള വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ യാത്രയിൽ തമിഴ്നാടിന്റെ ഗ്രാമീണ മേഖലയിലെ കാഴ്ചകൾ ഞങ്ങളെ ഒരുപാട് സന്തോഷപ്പെടുത്തി. ചിന്നാർ കഴിഞ്ഞ് അമരാവതി എത്തിയാൽ പിന്നെ എല്ലാ ഭാഗത്തും ആടും കോഴിയും ഫാമുകൾ നമുക്ക് കാണാൻ പറ്റും. ആട് കൃഷിയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഡാമിനോട് ചേർന്നുള്ള തട്ടുകടലിൽ പ്രധാന കച്ചവടമാണ് മസാല തേച്ച് വെച്ചിട്ടുള്ള മീനുകൾ. ആവശ്യക്കാർക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത്